നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണിയെന്ന് പരാതി. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെതിരെ പാലാരിവട്ടം പോലീസിൽ സാന്ദ്ര പരാതി നൽകി. 2.5 മാസം കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ലെന്ന് സാന്ദ്ര ആരോപിച്ചു. പിന്നാലെ റെനി ജോസഫിനെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തു. മാർച്ച് 20 രാത്രിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് സാന്ദ്രയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. സാന്ദ്രയെയും കുടുംബത്തെയും കൊന്ന് ഓടയിൽ തള്ളുമെന്നായിരുന്നു ഭീഷണി. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. അവര് പറഞ്ഞു ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞു, സാന്ദ്ര നീ കൂടുതൽ വിളയണ്ട. അപ്പൊ നിങ്ങൾ ആരാണ്? നീ വിളഞ്ഞാ നീ ഒരു പെണ്ണല്ലടി. നീ എനിക്കൊരു കേസെടുക്ക്. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര, ഞാൻ പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി പ്രൊഡക്ഷൻ കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി. 2 ദിവസത്തിന് ശേഷം സാന്ദ്ര പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. പക്ഷേ 2.5 മാസം കഴിഞ്ഞിട്ടും പ്രതിക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് സാന്ദ്ര ആരോപിച്ചു. കംപ്ലയിൻറ്റ് കൊടുത്തു, അത് FIR ഇടുകയും ചെയ്തു. FIR ഇട്ടു എന്നുള്ളതല്ലാതെ അതിൻ്റെ മേളിൽ വേറെ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പിന്നീട് നടന്നിട്ടില്ല. മാർച്ചിൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് സാന്ദ്ര തോമസ് നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഭീഷണി. വധഭീഷണി റെക്കോർഡ് ചെയ്ത് റെനി ജോസഫ് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടെന്നും സാന്ദ്ര ആരോപിച്ചു. സംഘടനാ തലത്തിൽ സ്വാധീനമുണ്ടായതുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്തതെന്നും സംഭവത്തിൽ DGPക്ക് പരാതി നൽകുമെന്നും സാന്ദ്ര വ്യക്തമാക്കി. ഇത്രയും നാളായിട്ട് ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജോലി തിരക്കായി പോയി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? അപ്പോൾ ഞാൻ DGPക്കും വിജിലൻസിനും ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്, ഇത്രയും നാളായിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തതിൽ. പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ ഫെഫ്ക മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് മുൻപുണ്ടായ വധഭീഷണി സാന്ദ്ര വെളിപ്പെടുത്തിയത്. സാന്ദ്ര തോമസിന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ റെനി ജോസഫിനെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തു. റെനി ജോസഫ് സ്വഭാവ വൈകല്യമുള്ള ആളാണെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭീഷണിയുടെ ഓഡിയോ ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ നീക്കിയെന്നും സംഘടന വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.